നമസ്കാരം, ഞാൻ വിനോദാണ്. വിരാണം വിനോദം ദ 60+ യങ്സ്റ്ററിന്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. നിങ്ങൾ നാലമ്പലം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അഞ്ചമ്പലത്തെ കുറിച്ചാണ്. പാണ്ഡവർ നിർമ്മിച്ച 5 ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുന്ന ക്ഷേത്രങ്ങളാണ്. ഇത് തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ ഈ സംഗതി കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തൊടുപുഴക്കാരനായ എൻ്റെ ഒരു സുഹൃത്ത് ബഹുമാനപ്പെട്ട രാജീവ് തിരുമേനിയെ കണ്ടു. അദ്ദേഹം മഴുവന്നൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച്, ഈ സങ്കല്പത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയും. അത് നിങ്ങളൊന്ന് കേൾക്കുക. നമസ്കാരം, എൻ്റെ പേര് രാജീവ് നമ്പൂതിരി. തൊടുപുഴയാണ് സ്ഥലം, എരളിയൂരില്ലം. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന അഞ്ചമ്പലത്തിനെ പറ്റിയാണ്. തൊടുപുഴ ഒരു കുറേ വർഷം പഴക്കമുള്ള കുറേ 5 അമ്പലങ്ങളുള്ള ശ്രീകൃഷ്ണൻ്റെ 5 അമ്പലങ്ങൾ, അത് പാണ്ഡവരാണ് പ്രതിഷ്ഠ നടത്തിയതിനാണ് സങ്കല്പം. അതിൽ തൊടുപുഴ അമ്പലം യുധിഷ്ഠിരൻ, പിന്നെ കോലാനി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഒരു അമ്പലമുണ്ട്, അത് ഭീമസേനൻ. പിന്നെ കുറച്ച് കിഴക്കോട്ട് മാറി മുട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ അർജുനൻ. പിന്നെ എടവെട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ അശ്വിനി ദേവന്മാരുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് അവിടെ നകുലൻ എന്ന് പറഞ്ഞ ആളാണ് അവിടുത്തെ പ്രതിഷ്ഠ നടത്തിയത്. പിന്നെ പെരുമ്പിളിച്ചിറ സഹദേവനാണ്. ഇങ്ങനെയാണ് കണക്ക് വരണത്. അങ്ങനെ തൊടുപുഴയ്ക്കുള്ള യാത്രയിലാണ്. തൊടുപുഴയിൽ പാണ്ഡവർ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ കാണുക എന്നുള്ളതാണ് ഉദ്ദേശം. പാണ്ഡവർ തൊടുപുഴയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് മറ്റ് ചില തെളിവുകൾ കൂടി ഉണ്ട്. ഉറവപ്പാറ എന്ന പ്രദേശത്ത് ഉറവപ്പാറയുടെ മുകളിൽ പാണ്ഡവരുടെ അടിപ്പ് എന്ന് പറയുന്ന കല്ലും ഭീമസേനൻ ചവിട്ടി ഉണ്ടാക്കിയതെന്ന് പറയപ്പെടുന്ന ഒരു കുളവുമുണ്ട് പാറപ്പുറത്ത്. ആദ്യത്തെ ക്ഷേത്രം യുധിഷ്ഠിരൻ സ്ഥാപിച്ച ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്, തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നമുക്ക് ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്ക് പോവാം. ശരിക്കും ഈ സമയത്തല്ല അഞ്ചമ്പല ദർശനം നടത്തേണ്ടത്, വൈശാഖത്തിലാണ്. മേടമാസത്തിലെ വൈശാഖത്തിലാണ് അഞ്ചമ്പല ദർശനം നടത്തുന്നത്. അങ്ങനെ നമ്മളെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ യുധിഷ്ഠിരൻ പ്രതിഷ്ഠിച്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണുള്ളത്. കാണുന്നതാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നമുക്ക് അകത്തേക്ക് പോവാം. കയറി ചെല്ലുമ്പോൾ കാലൊക്കെ കഴുകാനുള്ള സംവിധാനം ഇവിടെ തന്നെ ഉണ്ട്. തല കഴുകി അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ദീപങ്ങളൊക്കെ കത്തിച്ചു, കിടാവിളക്കുണ്ട്, ഗരുഡ ഭഗവാൻ ഉണ്ട്. നമുക്ക് തൊഴുത് ഉപദേവങ്ങളെയൊക്കെ തൊഴുത് അകത്ത് പോകാം. വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. തൊടുപുഴ ടൗണിൻ്റെ ഹൃദയഭാഗത്താണ്. തൊടുപുഴ ആറിൻ്റെ വടക്കേ കരയിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. എന്നും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന തൊടുപുഴയാറിലാണ് ഭഗവാന്റെ ആറാട്ടും നടക്കുന്നത്. നാഗദൈവങ്ങൾ പുറത്തുണ്ട്. നമുക്ക് ആറാട്ട് കടവിൽ പോകാം. ഈ കാണുന്നതാണ് തൊടുപുഴയാറ്. തൊടുപുഴയാറ് മഴക്കാലത്തും വേനൽക്കാലത്തും ഏതാണ്ട് ഒരുപോലെ ഒഴുകുന്ന തൊടുപുഴയാറാണ്. മുൻകാലം കഴിക്കുന്നത്. ഇത് ആറാട്ട് കടവ് കൂടെയാണ്. തൊടുപുഴ ടൗണിന്റെ ഹൃദയഭാഗത്തായതുകൊണ്ട് തന്നെ സ്ഥല പരിമിതി ഒരു വലിയ പ്രശ്നമാണ്. ശാസ്താവിന്റെ നടയാണ്. ഈ ശരണമയ്യപ്പ ഭഗവതിയുടെ നടയാണ്. ഇത് ക്ഷേത്രത്തിന്റെ കൂത്തമ്പലമാണ്. ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങി ഈ 5 അമ്പലങ്ങളിലും ഒരു ദിവസം തന്നെ സന്ദർശിക്കണം എന്നാണ്, ദർശനം നടത്തണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നേരെ കോലാനിയിലേക്ക്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വേണ്ട 4 കിലോമീറ്റർ ദൂരത്തിലാണ് കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുള്ളത്. കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് അമരങ്കാവ് എന്ന് പറയുന്ന ഒരു പ്രദേശം, ഒരു കാവുണ്ട്. തൊടുപുഴയുടെ ഓക്സിജൻ പാർലർ എന്നാണ് അറിയപ്പെടുന്നത്. അമരങ്കാവിനെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ, അഥവാ പാണ്ഡവരിൽ 2ാമനായ ഭീമസേനൻ പ്രതിഷ്ഠ നടത്തി എന്ന് പറയപ്പെടുന്ന ക്ഷേത്രമാണ് കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. മനോഹരമായ ഒരു കുളമുണ്ട്. ഈ കുളത്തിൻ്റെ ചേർന്ന് നല്ലൊരു ആൽത്തറയുമുണ്ട്.
കുളപ്പടവിൽ നിന്നും ക്ഷേത്രം കാണാനായിട്ട് വളരെ ഭംഗിയാണ്. അത് തന്നെയല്ല, പൊന്നാനി വളരെ ശാന്തസുന്ദരമായ ഒരു ഗ്രാമമാണ്. ക്ഷേത്രത്തിൻ്റെ പുറകിൽ വയലും തൊട്ടടുത്ത അമരങ്കാവും, അങ്ങനെ വളരെ ശാന്തസുന്ദരമായൊരു സ്ഥലമാണ് പൊന്നാനി. ഭഗവാന് നമുക്കൊരു നെയ്വിളക്ക് കത്തിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. കിടാവിളക്കുണ്ട്. ചെറിയ ക്ഷേത്രമാണ്. അടുത്ത നാളിൽ പുതുക്കി പണിതതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഇത് കാണുന്നുണ്ട്. ഓം നമോ നാരായ. വലിയ ക്ഷേത്രമണി ഉള്ള ഒരു ഗോപുരം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നില്ല. ക്ഷേത്രം അധികം നാളായിട്ടില്ല എന്ന് തോന്നുന്നു പുതുക്കി പണിത്. ഒരു വലത്തൊക്കെ ഇട്ട് കിഴക്ക് സൂര്യൻ ഉദിച്ചു വരുന്നു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഈ പൊന്നാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും കിഴക്കോട്ട് ദർശനമാണ്. അതുപോലെ തന്നെ അടുത്ത കാണാൻ പോകുന്ന ക്ഷേത്രവും കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രം. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിനോട് ചേർന്നുള്ള ആൽത്തറയും. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇനി നമ്മൾ നേരെ മുട്ടത്തേക്കാണ്. മുട്ടത്തേക്ക് ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട്. മുട്ടത്തേക്കുള്ള വഴിയിലാണ് നമ്മൾ എത്തിക്കഴിഞ്ഞു. മുട്ടം ക്ഷേത്രത്തിൻ്റെ ഗോപുരം. മുട്ടം ക്ഷേത്രം അർജുനൻ പ്രതിഷ്ഠ നടത്തി എന്ന് പറയപ്പെടുന്ന ആ ക്ഷേത്രമാണ് മുട്ടം ക്ഷേത്രം. വൈശാഖിയുടെ സമയത്ത് ഇവിടെ എല്ലാ അഞ്ചമ്പല ദർശനത്തിനായി ധാരാളം ആൾക്കാർ വരാറുണ്ട്. ഇതും കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രമാണ്. മുട്ടം ക്ഷേത്രവും വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് ക്ഷേത്രം ഒന്ന് വലത്തിട്ട് വരാം. കേരളീയ ശൈലിയിലുള്ള ക്ഷേത്രമാണ്. ഇതിൻ്റെ ഈ കോവിൽ വട്ടത്തിലുള്ളതാണ്. നാഗരാജ വട്ടത്തിലുള്ള ശ്രീകോവിലാണ്. നമുക്കിത് അകത്ത് കയറി കാണാം. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗമാണിത്. ഈ ക്ഷേത്രവും കിഴക്കോട്ട് ദർശനം ഉള്ള ക്ഷേത്രം. ഇതാണ് വട്ടത്തിലുള്ള ശ്രീകോവിലാണ് ഈ ക്ഷേത്രം. ഇന്ന് മനോഹരമാണല്ലേ. ക്ഷേത്രത്തിനൊക്കെ എന്ത് കഥകൾ പറയാനുണ്ടായി. ഈ ക്ഷേത്രങ്ങൾക്കെല്ലാം ഏതാണ്ട് പാണ്ഡവരുടെ കാലം മുതലുള്ള ഐതിഹ്യവും കഥകളും ഉണ്ടെന്ന് നോക്കാം. ഏതാണ്ട് 5000 വർഷത്തോളം പഴക്കമുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായി. പുറത്ത് മഹാദേവനുണ്ട്. ഇനി നമ്മൾ ഈ ക്ഷേത്രത്തിനോട് വിട പറഞ്ഞ് അടുത്ത ക്ഷേത്രമായ പ്രധാന ക്ഷേത്രമായ ഇടവെട്ടി ക്ഷേത്രത്തിലേക്ക് പോകണം. ഇടവെട്ടിയിലേക്ക് ഇവിടുന്ന് 12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടവെട്ടിയിലേക്കുള്ള വഴിയിലാണ്. ഇടവെട്ടി ക്ഷേത്രം ഒരു വലിയ ഇടവെട്ടി ചിറയുടെ കരയിലാണ് ഇരിക്കുന്നത്. ഈ ക്ഷേത്രം പടിഞ്ഞാട്ട് ദർശനമുള്ള ക്ഷേത്രമാണ്. നകുലനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. പാണ്ഡവർക്ക് 4ാമനായിട്ട് നകുലനാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. അത് തന്നെയല്ല, ഇവിടെ അശ്വിനി ദേവകളുടെ സാന്നിധ്യവും ഭഗവാൻ ഇവിടെ ധന്വന്തരിയുടെ രൂപത്തിലുമാണ് ഇരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്ഷേത്രത്തിന് ചുറ്റും അനേകം ഔഷധ വനങ്ങളുണ്ട്.
ഔഷധ ചെടികളുണ്ട്. അതിൽ നിന്നുമൊക്കെ എടുക്കുന്ന ഒരു ഔഷധ കൂട്ട് ഇവിടുത്തെ ഒരു പ്രധാന നിവേദ്യമാണ്. അത് എല്ലാ വർഷവും കർക്കിടക മാസം 16-ാം തീയതി ഈ ഔഷധ സേവ ഇവിടെ നടത്തുന്നുണ്ട്. ഒരു വർഷത്തേക്ക് നമുക്കുള്ള രോഗപ്രതിരോധ ശക്തി ഈ ഔഷധ സേവ കൊണ്ടുണ്ടാകുമെന്നാണ് ചൊല്ല്. ആയിരക്കണക്കിന് പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഔഷധ സേവയ്ക്കായിട്ട് കർക്കിടക മാസം 16-ാം തീയതി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ്. വളരെ മനോഹരമായ അല്പം ഉയരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. തൊട്ട് താഴെ ഇതിന് ചുറ്റും ഔഷധ സസ്യങ്ങൾ നിറഞ്ഞിരിക്കുന്നതാണ്. എല്ലാത്തരം ഔഷധങ്ങളുണ്ട്. ഔഷധ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആയുർവേദ കൂട്ടാണ് ഈ ക്ഷേത്രത്തിലെ ഔഷധ സേവയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന്. അങ്ങനെ ആ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇനി 5ാമത്തെ ക്ഷേത്രമായ പെരുമ്പള്ളിച്ചിറയിലേക്കാണ്. ഇവിടുന്ന് 8.5 കിലോമീറ്റർ 9 കിലോമീറ്റർ ഉണ്ട് പെരുമ്പള്ളിച്ചിറയ്ക്ക്. ഇപ്പോൾ പെരുമ്പള്ളിച്ചിറ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. 2 ചിറകൾ 2 കുളങ്ങൾ ഈ പെരുമ്പള്ളിച്ചിറയ്ക്കുണ്ട്. അതുകൊണ്ടായിരിക്കുമോ പെരുമ്പള്ളിച്ചിറ എന്ന് പേര് വന്നതെന്ന് അറിയില്ല. സഹദേവൻ പ്രതിഷ്ഠ നിർവഹിച്ചു എന്ന് പറയപ്പെടുന്ന ക്ഷേത്രമാണ് പെരുമ്പള്ളിച്ചിറ ക്ഷേത്രം. നമ്മുടെ 5ാമത്തെ ക്ഷേത്രം. ഇവിടെ വന്നപ്പോൾ ഞാൻ ഏകദേശം വൈകിയിരുന്നു. വലിയ ക്ഷേത്രമാണ്. ഇപ്പോൾ സപ്താഹം നടക്കുന്ന സമയവും കൂടിയാണ്. പുനഃപ്രതിഷ്ഠ നടക്കുന്നു. അതുപോലെ ഹനുമാന്റെ ഒരു പ്രതിഷ്ഠയും ഇവിടെ ക്ഷേത്രത്തിൻ്റെ പണികളും ഒക്കെ പുരോഗമിച്ചിരിക്കുകയാണ്. അപ്പോൾ ക്ഷേത്രം ഒന്ന് ചുറ്റി നടന്ന് നമ്മൾ കണ്ടു, തൊഴുതു, ഭഗവാന്റെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഇറങ്ങിയാണ്. ഈ വീഡിയോ അവസാനിക്കാറായി. 5 ദർശനം എന്ന സങ്കല്പം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാ മാസവും തന്നെ നടത്താവുന്ന, കർക്കിടകത്തിൽ മാത്രമെന്നല്ല, കർക്കിടകത്തിൽ 4 ദർശനം നടത്തുന്ന പോലെ എല്ലാ മാസവും നടത്താവുന്ന ഒരു ക്ഷേത്ര രീതിയാണ് ഈ 5 ദർശനം എന്ന് പറയുന്നത്. രണ്ട് കുളങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിൽ. 2ാമത്തെ കുളമാണിത്. വിരാടം വിനോദത്തിന്റെ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത കാഴ്ചകളും ആയി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ ഈ ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങൾ അറിവുണ്ടെങ്കിൽ അവയൊന്ന് കമൻ്റായി രേഖപ്പെടുത്താനും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയ കാഴ്ചകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.